ശ്രീ റജി, നോക്കൂ, നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ, ഒരു പരാതിയല്ല ഒന്നിലധികം പരാതികൾ കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഇത് വെളിപ്പെടുത്തിയ യുവനടി പറഞ്ഞത്, രാഹുൽ തന്നെ പറഞ്ഞു, ഒരു ചുക്കും സംഭവിക്കില്ല. കാരണം ഇതിലും വലിയ നേതാക്കന്മാർ ഇത്തരം ആരോപണങ്ങളിൽ പെട്ട് ഇങ്ങനെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തു, പക്ഷേ അവർ ഊരി വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമല്ല. ആത്മവിശ്വാസം നോക്കൂ, വളരെ പ്രകടമാണ് അവിടെ. മാത്രമല്ല, മറ്റൊരു നേതാവിനോട് ഈ യുവനടി പരാതിപ്പെട്ടപ്പോൾ അതവൻ്റെ മിടുക്ക് എന്നാണ് പറഞ്ഞത്. ശ്രീ റജി, ഇതാണോ കോൺഗ്രസിൻ്റെ സംസ്കാരം? സ്നേഹത്തിൻ്റെ ദൂക്കാനാണ് തുറന്നു വെച്ചിരിക്കുന്നത്, അല്ലേ? സ്നേഹത്തിൻ്റെ കടയാണ് നിങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ സ്നേഹത്തിൻ്റെ കടയിൽ ഇപ്പോൾ കോഴികളെയാണോ നിരത്തി ഇരുത്തിയിരിക്കുന്നത്? റജി. ശ്രീ അനിൽ നമ്പ്യാർ, ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഉന്നതമായ ജനാധിപത്യ പാരമ്പര്യവും ധാർമ്മികതയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനം. നോക്കൂ, ഈ ഒരു ആരോപണം ഉയർന്നു കഴിഞ്ഞിട്ട് 11 മണിക്കൂർ തികയുന്നതിന് മുമ്പേ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. കാര്യം മനസ്സിലാക്കണം. പിന്നെന്തു വേണം? രാജിവെക്കണം. എന്താ ധാർമ്മികത എന്ന് പറയുന്നത്? അല്ല, ധാർമ്മികത എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കുക എന്നത് മാത്രമാണോ? എന്തുകൊണ്ട് ഈ ധാർമ്മികത MLA സ്ഥാനം രാജിവെക്കുന്നതിൽ ആപ്ലിക്കബിൾ ആകുന്നില്ല? നോക്കൂ, അത് ഇന്ന് ഞാൻ ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു രീതിയിലും ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഒരു ഫോർമലായിട്ടുള്ള ഒരു പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ തന്റെ നിരപരാധിത്യം വളരെ ശുഷ്കാന്തിയോടെ പ്രൂവ് ചെയ്യുമെന്നും അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ ഇന്ന് പറഞ്ഞത് അങ്ങും കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോ ഒരു തരത്തിലുള്ള ധാർമ്മിക അല്ലെങ്കിൽ മൂല്യച്യുതിയെയും അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ഇന്റർനാഷണൽ കോൺഗ്രസ്. അത് എക്കാലത്തും ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇന്ന് ബഹുമാന്യനായ ശ്രീ VD സതീശൻ പറഞ്ഞ എന്താണ്? ഒരു മിനിറ്റ് റജി, ഞാൻ താങ്കളെ തടസ്സപ്പെടുത്തുന്നതല്ല. നമുക്ക് സംശയങ്ങൾ ഇങ്ങനെ നിവാരണം ചെയ്തു പോവാം. റജി, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ധാർമ്മികതയുടെ പേരിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചത്. അങ്ങനെയാണെങ്കിൽ ധാർമ്മികതയുടെ പേരിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് അത് രാജിവെക്കാതെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മാത്രം ഒഴിഞ്ഞത്? ബഹുമാന്യനായ ശ്രീ അനിൽ നമ്പ്യാർ, ഞാൻ അങ്ങയോടൊരു കാര്യം ചോദിക്കട്ടെ. ഇത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ബാധകമാണല്ലോ ഇത്തരം ധാർമ്മികത. എന്തുകൊണ്ട് BJP പലപ്പോഴും ഇത്തരത്തിലുള്ള ധാർമ്മിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നില്ല, പാലിക്കുന്നില്ല? നോക്കൂ, ഞാൻ ഇപ്പോൾ ഒരു 8 പേരുടെ പേര് വായിക്കാം. കുൽദീപ് സിംഗ്, അദ്ദേഹം UP-യിലെ ഫോർമർ MLA ആയിരുന്നു. അതുപോലെ സ്വാമി ചിന്മയാനന്ദ, MJ അക്ബർ തുടങ്ങി, രഘുവബ്ജി ഫോർമർ MP, അദ്ദേഹം മിനിസ്റ്ററുമായിരുന്നു. അമീത് മാളവി, അദ്ദേഹത്തിനെതിരെ പരാതി വന്നിരുന്നു. അതുപോലെ ഇത്തരത്തിൽ ആരോപണം വന്ന 47 പേരെ BJP മത്സര രംഗത്ത് ഇറക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള രാഷ്ട്രീയ മൂല്യച്യുതി ആരോപിക്കപ്പെടുന്നവർ എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഇവിടെ ഒരു ആരോപണം വന്നിട്ട് 11 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഇന്റർനാഷണൽ കോൺഗ്രസ് നടപടിയെടുത്തു. പക്ഷേ ഒരു ഫോർമലായിട്ടുള്ള ഒരു പരാതി എങ്ങും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം വരുമ്പോൾ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടാണോ രാജി, അതോ സ്വന്തം നിലയ്ക്കാണോ രാജിവെച്ചത്? അദ്ദേഹം വളരെ വ്യക്തമായി അതിന് മറുപടി നൽകിയിട്ടുണ്ടല്ലോ. അതായത് ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം എന്തായിരുന്നു? LDF-നെ സംബന്ധിച്ച് ഒരു ഹവാലയും റിവേഴ്സ് ഹവാലയും സാമ്പത്തിക തിരിമറിയും നടത്തി മന്ത്രിമാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സാമ്പത്തിക സ്രോതസ് വഴി പണം ലഭ്യമാക്കി അത് പാർട്ടി സെക്രട്ടറിയുടെ മകൻ ചോർത്തി കൊടുത്തു എന്നുള്ള വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കത്ത് വിവാദം കത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് കുറെ നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ പരതിക്കൊണ്ടിരുന്ന ഒരു വാർത്ത ഇപ്പോൾ ചാനലുകൾ കൊണ്ടുവരികയും കൊണ്ടുവന്നത് നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ 24 മണിക്കൂർ നേതൃത്വം കാത്തുനിന്നില്ല എന്ന് മനസ്സിലാക്കണം. വേറെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്ര ശക്തമായും സമയബന്ധിതമായും നടപടി സ്വീകരിക്കും? യുവനടി പറഞ്ഞത് അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു നേതാവിനോട് പരാതി പറഞ്ഞു എന്ന്, അല്ലേ? പരാതി പറഞ്ഞിട്ട് അന്നൊന്നും നടപടി ഉണ്ടായില്ലല്ലോ. ഇന്നിപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളെന്താ മാധ്യമങ്ങളോട് പറഞ്ഞത്? അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, അത് ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാകുന്നില്ല. ഒരു ക്ലാരിറ്റി ഇല്ല അതിൽ. എന്താണ് ഈ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന പ്രതിപക്ഷ നേതാവ്, നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് ചെയ്തത്? അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അന്നേ
ആ പരാതിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതായിരുന്നില്ലേ? അതിന് ശേഷമാണല്ലോ ഇദ്ദേഹത്തെ MLA ആക്കിയത്. പാലക്കാട് അവിടെ മത്സരിപ്പിച്ചു, അതിനുശേഷം MLA ആക്കി, അങ്ങനെ കൊണ്ട് നടക്കുകയല്ലേ. കോൺഗ്രസിൻ്റെ തന്നെ അടിത്തൂണ് ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ഒരു യുവ നേതൃനിര ആണ് എന്ന് വലിയ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിലൊരു മുഖമാണ് ഇപ്പോൾ ഈ നിലയിലായത്. നോക്കൂ, അങ്ങ് ഈ മലയാളി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. ഇവിടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണ്? ഒരു ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഒരു സന്ദേശം തനിക്ക് ലഭിച്ചു എന്ന് മകളുടെ പ്രായമുള്ള ഒരു കുട്ടി പറയുമ്പോൾ അദ്ദേഹം ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് എന്താണോ ചെയ്യേണ്ടത് അത് നിർവഹിച്ചു. ഇവിടെ ഉന്നതമായ എന്താണ് നിർവഹിച്ചത്? അങ്ങനെ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അന്നേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുമല്ലോ. അന്നേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഞരമ്പ് രോഗത്തിന് ഒരു പരിഹാരം ഉണ്ടാവുമായിരുന്നല്ലോ. നോക്കൂ, ഇത്തരത്തിൽ പറയണമെങ്കിൽ അങ്ങനെ, അതായത് കോൺഗ്രസ് പ്രസ്ഥാനം സ്ത്രീകളെയും വനിതകളെയും അവരെ സംരക്ഷിക്കുന്നതിനും അവരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നോക്കുകയും സ്ത്രീ സംരക്ഷണം മുഖ്യ അജണ്ടയായി മാറ്റുകയും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിലെ ഒരു മുൻ MP-യുടെ മകളടക്കം പരാതിയുമായിട്ട് ഇപ്പോൾ രംഗത്ത് എത്തിയിട്ടുണ്ട്. കോൺഗ്രസ് സ്ത്രീകൾക്കും യുവതികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെങ്കിൽ എന്തുകൊണ്ട് അതിലൊന്നും പെട്ടെന്ന് തീർപ്പുണ്ടാക്കുന്നില്ല? അങ്ങനെ ആരോപണ വിധേയനായ ഒരു വ്യക്തിക്ക് എന്തിന് നിങ്ങൾ പാലക്കാട് സീറ്റ് നൽകി? എന്തിന് അദ്ദേഹത്തെ മത്സരിപ്പിച്ചു? എന്തിന് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു? അപ്പോൾ അതൊക്കെ തെറ്റായ സന്ദേശങ്ങളല്ലേ നൽകുന്നത്? നോക്കൂ, 8 നിലവിലുള്ള MP-മാരോ MLA-മാരോ ആയിട്ടുള്ള BJP അംഗങ്ങൾക്കെതിരെ സ്ത്രീ പീഡനത്തിന് കേസ് നിലനിൽക്കുകയും അത് പല ഘട്ടത്തിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് അങ്ങ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് അദ്ദേഹം MLA ആയിട്ട് മത്സരിക്കുമ്പോഴോ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി നിൽക്കുമ്പോഴോ അദ്ദേഹം ഇത്തരത്തിലുള്ള കേസുകൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ടോ? ഇന്നലെ ബോധപൂർവം കേരളത്തിലെ രാഷ്ട്രീയ ആളുകൾ പരാതി കൊടുത്തിട്ടില്ലെങ്കിലും കോൺഗ്രസിനകത്തുള്ളവർക്ക് അറിയാമല്ലോ ഇയാൾ ഇത്തരക്കാരനാണ് എന്ന്. താങ്കളാണ് പറഞ്ഞത് കോൺഗ്രസ് സ്ത്രീകളുടെ മാന്യത ഒക്കെ അത് കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് താങ്കൾ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സംസ്കാരമാണ് കോൺഗ്രസിനുള്ളത് എന്ന് താങ്കളാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അകത്തുള്ളവർ തന്നെയല്ലേ സർ നടപടി എടുക്കേണ്ടത്? നിങ്ങളിപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന ശ്രീ രാഹുൽ മാങ്കൂട്ടം ഇക്കാര്യത്തിൽ സുവ്യക്തമായ മറുപടി ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് പരാതി പുറത്തു വരട്ടെ, ഞാൻ തെളിയിക്കാം, ഞാൻ എന്റെ സംശുദ്ധി തെളിയിക്കാം എന്ന് അദ്ദേഹം നിങ്ങളോട് പറഞ്ഞിരിക്കുകയല്ലേ. അതെന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല? നിങ്ങൾ വിഷയത്തെ വളച്ചുവിട്ടുകൊണ്ട് ഇന്ന് കേരള രാഷ്ട്രീയം നേരിടുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ ബോധപൂർവം അവഗണിക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഈ പരാതി ഉയർന്നു വന്നത്. ഇത് സംബന്ധിച്ചുള്ള കാര്യം പറയാം. അതിനുശേഷം എനിക്ക് അഡ്വക്കേറ്റ് ജയസൂര്യനിലേക്ക് പോകേണ്ടതുകൊണ്ടാണ്. ശ്രീ റെജി, അതായത് രാഹുലിൻ്റെ ആത്മവിശ്വാസത്തോടെയുള്ള പ്രകടനം മാധ്യമങ്ങളെ അദ്ദേഹം അഭിമുഖീകരിച്ചത് കണ്ടല്ലോ. മാത്രമല്ല പുച്ഛമായിരുന്നു. അവിടെയും അദ്ദേഹത്തിൻ്റെ പതിവ് ഒരു ശൈലിയുണ്ടല്ലോ. എൻ്റെ മുന്നിൽ നിൽക്കുന്നവരൊക്കെ വെറും അശുക്കളാണ് എന്ന ഒരു സമീപനം ഉണ്ടല്ലോ. അതിന്നും വളരെ പ്രകടമായിരുന്നു. അങ്ങനെ ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് പകർന്നു കൊടുത്തത് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനം തന്നെയല്ലേ. അത്തരക്കാരെ എന്തിന് ഈ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു എന്ന ചോദ്യത്തിനാണ് എനിക്കുത്തരം ലഭിക്കേണ്ടത്.